ഇന്ത്യയുടെ ജമ്മു മുതൽ ഭുജ് വരെയുള്ള അതിർത്തി മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ, പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ മുതിർന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് രാജ്യം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് നമ്മൾ നൽകിയതാണ് പ്രതിരോധ മന്ത്രാലയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ. അതായത് തിരിച്ചടിക്ക് സേനയ്ക്ക് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി എന്നുള്ളത്. അത്തരം വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഖാരിയാനിൽ ഇന്ത്യൻ ഡ്രോണുകൾ വന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉറപ്പായിട്ടും അത് ഒരു പക്ഷേ തിരിച്ചടി ശ്രമങ്ങൾ തന്നെയാകും ഇന്ത്യയുടെ. കാരണം ഖാരിയാൻ എന്ന് പറയുന്നത് LOCക്ക് സമീപമുള്ള മേഖലയാണ്. ജമ്മു, ശ്രീനഗർ മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലിങ്ങും പാകിസ്ഥാൻ തുടരുകയാണ്. ഒരു പക്ഷേ ആ മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ വ്യാപകമായ ഒരു തിരിച്ചടി നടത്താനുള്ള സാധ്യതയും ആ മേഖലയിൽ തന്നെയാണ്. LOCക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ പറന്നെത്തുമ്പോൾ പാകിസ്ഥാനെ ഷെല്ലിങ്ങിൽ നിന്ന് അവിടെ ശ്രീനഗർ കേന്ദ്രീകരിച്ച് ജമ്മു കേന്ദ്രീകരിച്ചുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ചെറുക്കുക എന്നത് തന്നെയാകും ലക്ഷ്യമിടുക. ഏതായാലും ഇന്നലെ വ്യാപകമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരുന്നു എന്നുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഖാരിയാനിൽ കണ്ടു എന്ന് പറയുന്ന ഡ്രോൺ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ ഔദ്യോഗികമായി നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്യും. ഏതായാലും തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം സേനയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ജനവാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ തീക്കളിക്ക് മറുപടി കൊടുക്കാൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നിർണായകമായ യോഗം അവസാനിച്ചു. നാളെ വീണ്ടും യോഗങ്ങൾ ചേരും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇനി പാകിസ്ഥാനെ നേരിടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്ലാനിലേക്ക് രാജ്യം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇന്ന് രാത്രിയിലും തുടർച്ചയായി നമ്മുടെ വ്യോമപാത ലംഘിച്ചുകൊണ്ട്, നമ്മുടെ വ്യോമമേഖല ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താനാണ് ഒരുമ്പെട്ടത്. മാത്രമല്ല ഫിറോസ്പൂരിൽ അത് ഒരു കുടുംബത്തിന് കാഷ്വാലിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. 3 പേർക്ക് പരിക്കേറ്റു. അത് സ്ത്രീയുടെ നില ഗുരുതരമായി തുടരുന്നു. അവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റി. അമൃത്സറിൽ ഡ്രോൺ സ്ഫോടനം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീനഗറിൽ വിമാനത്താവളം കേന്ദ്രീകരിച്ച് ആക്രമണത്തിന് ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ സംഭവിച്ചതാണ്. എന്നാൽ ഇന്നലെ ഉണ്ടായത് അത്ര രീതിയിലുള്ള ഡ്രോണുകൾ എത്തിയില്ലെങ്കിലും 200ഓളം ഡ്രോണുകൾ 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കിതുവരെയുള്ള ലഭിക്കുന്ന വിവരം. ആ 26 ഇടങ്ങളിലും ആക്രമണ പദ്ധതി ഇന്ത്യൻ സേനകൾ തകർത്തു എന്നുള്ളത് ആശ്വാസകരമാണ് ഈ രാത്രിയിൽ. പക്ഷേ രാജ്യം എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത്? ഏതായാലും ഇന്നലെ ഡ്രോൺ ആക്രമണങ്ങൾ വലിയ തോതിൽ വ്യാപകമായപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക്, പാകിസ്ഥാൻ്റെ വ്യോമമേഖലയിലേക്ക് ഇന്ത്യൻ ഡ്രോണുകൾ കുതിച്ചെത്തുകയും ചെയ്തു. അതുപോലൊരു കുതിച്ചുകയറ്റമാണോ ഇന്നിപ്പോൾ ഖാരിയാനിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് അറിയാനുള്ളത്. ഖാരിയാനിൽ ഡ്രോൺ എത്തുക എന്ന് പറയുമ്പോൾ ജമ്മു, ശ്രീനഗർ മേഖലകളിലേക്ക്, ആ സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാകും ഉണ്ടാവുക. പൂജ.